വളരെ കുറവാണ് ഇപ്പോൾ ഒരു റീഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വായന എന്ന് പറയുന്നത്. സോ ഞാനും പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം വായിക്കുന്നത് ബോബനും മോളിയും മാത്രമാണ്. ബോബനും മോളിയും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിലത്തെ എല്ലാം. ഞാൻ ബോബനും മോളിയുടെയും ഭയങ്കര ഫാനായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ കുറച്ച് റീഡിംഗ് ഒക്കെ കുറഞ്ഞു വന്നു. ഒന്നും വായിക്കാറില്ല. പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു. സോ ആളെ എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് തന്നു. ഞാൻ ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ബുക്ക് വേഗം വായിച്ചു തീർത്തു. അതിനെപ്പറ്റി സംസാരിക്കാനും, ഞാനും ഭയങ്കര ഒരു സീരിയസ് ബുക്ക് റീഡറാണ്, എനിക്കും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് അറിയിക്കാൻ വേണ്ടി, ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വായിച്ചു തീർത്തൊരു ബുക്കാണ് ബ്രിഡ്ജസ് ഓഫ് മാഡിസൺ കൗണ്ടി. അത് വായിച്ചതിന് ശേഷം സത്യം പറയാം, അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. ഇത് ആളെ ഇംപ്രസ് ചെയ്യുന്നതിനേക്കാൾ മേലെ ഞാൻ ഇംപ്രസ്ഡ് ആയി. ഒരു ബുക്ക് വായിക്കുമ്പോൾ ഇത്രയ്ക്കും ഇമ്പാക്റ്റ് ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ചു കാലം അതിൻ്റെ പിറകെയായിരുന്നു. ഞാൻ പുതിയ ബുക്സ് വാങ്ങിക്കുന്നു, അതിനെപ്പറ്റി വായിക്കുന്നു, പിന്നെ ചില ബുക്ക് കഴിഞ്ഞു പോകുമ്പോൾ കരയുന്നു. പക്ഷെ ഇപ്പം പിന്നെയും ഞാൻ അങ്ങനത്തെ ഒരു ശീലം മുഴുവൻ തീർന്ന് ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ബുക്സ് വായിക്കുന്നത് വളരെ കുറവാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വണ്ടിയിലിരുന്ന് ആലോചിക്കുകയായിരുന്നു, എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് ഒരു ബുക്ക് വായിച്ചു എന്ന് പറയാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാനിത് മുഴുവൻ പറഞ്ഞത്. പക്ഷെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വേദിയിൽ വരുമ്പോൾ നമ്മൾ പിന്നെയും ഇൻസ്പയർ ആവുകയാണ്. ഇനിയും നമ്മൾ ഒരുപാട് നല്ല, അല്ലെങ്കിൽ എഴുത്തിനെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഒരു മനുഷ്യരുള്ളിടത്തോളം കാലം KLF തീർച്ചയായിട്ടും ഇവിടെ ഇത്രയും വൻ വിജയമായി. ഈ ഒരു ക്രൗഡ് തന്നെ അതിനൊരു പ്രൂഫാണ്. എഴുത്തിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഈ ഒരു ക്രൗഡ് മാത്രം മതി അതിൻ്റെ ഒരു പ്രൂഫായിട്ട്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് പേരുടെ ഉള്ളിലും, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെ പേരിലും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഉണ്ടാവും. ഞാൻ വരെ എഴുതിയിട്ടുണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പൂച്ചയുടെ കവിത. അതുകൊണ്ട് അത് പിന്നെ ഞാൻ വളരാൻ അനുവദിച്ചില്ല. എല്ലാവരും അത് മുളയിലെ നുള്ളിക്കളയാണ് ഉണ്ടായത്. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. തരുന്ന എല്ലാ സ്നേഹത്തിനും എനിക്ക് വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല എന്ന് എനിക്കറിയാം. ഓൾവേസ് ഗ്രേറ്റ്ഫുൾ, always in my heart. Thank you so much. Thank you.